ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജലജ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജലജ. എനിക്ക് 46 വയസ്സുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുട്ടി ഉണ്ടാകുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് എന്നെ ബാംഗ്ലൂരിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഒരു കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കല്യാണം നടന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു. കാരണം എനിക്ക് 2 അനിയത്തിമാരുടെ ഉണ്ട്. ഞാനിങ്ങനെ പുരനിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കും മുമ്പേ എന്നെ കല്യാണം കഴിച്ചയച്ചത്. ഭർത്താവിൻ്റെ കൂടെ ഉള്ള ജീവിതം, അതിൽ പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. ഒരു ആവറേജ് ജീവിതം. അത്യാവശ്യം പണം കൊണ്ടുതരും. അത് വെച്ച് ഞാൻ അങ്ങേർക്ക് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കും. അങ്ങേർക്ക് തോന്നുമ്പോൾ അങ്ങേർ വരും, പോകും. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് എന്താണെന്നറിയില്ല മാഡം, എനിക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായില്ല. സാധാരണ പോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം പോയെങ്കിലും ഒരിക്കലും എനിക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായില്ല. എന്താണ് രണ്ടാമത് കുട്ടി ഉണ്ടാകാഞ്ഞതെന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ല. ഭർത്താവിനും ആഗ്രഹമില്ലായിരുന്നു. ഒറ്റ കുട്ടി ആദ്യമേ ഉണ്ടായല്ലോ, അത് മതിയല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ. മറ്റുള്ളവർ രണ്ടാമത്തെ കുട്ടി വേണ്ട അല്ലേ, ഒരെണ്ണം മാത്രം മതിയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കൊരു ഐഡിയയുമില്ല. ഞാൻ ചിരിച്ചത് കളയും, അല്ല എന്ത് ചെയ്യാനാണ്. ഭാഗ്യത്തിന് ഒരു കുട്ടി ഉണ്ടായല്ലോ. ഇങ്ങനെ പോയ ജീവിതമായിരുന്നു. പക്ഷേ എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാഡം ആ സംഭവം നടന്നത്. മകൾ 7ൽ നിന്ന് ജയിച്ചപ്പോൾ എന്നെയും മകളെയും ഭർത്താവ് നാട്ടിൽ പറഞ്ഞയച്ചു. എന്നുവെച്ചാൽ ബന്ധുക്കളുടെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ല. അതിനു മുമ്പ് തന്നെ ചെറിയൊരു വീടും പുരയിടവും റോഡ് സൈഡിൽ വാങ്ങി ഭർത്താവിൻ്റെ നാട്ടിൽ തന്നെ ഒരു വീട് വെച്ചിരുന്നു. ഭർത്താവ് മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ വരും. അത്ര മാത്രമേ ഉള്ളൂ. അതിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. സംഭവം നടക്കുന്നത് മോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒരു ദിവസം രാവിലെ ഹസ്ബൻഡ് വിളിച്ചു. ഓഫീസിൽ പോവാണെന്നൊക്കെ പറഞ്ഞ് പതിവ് പോലെ 1-2 വാക്കുകൾ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം പതിവ് സമയമായിട്ടും പുള്ളിക്കാരൻ വിളിക്കുന്നില്ല. ഞാൻ 2-3 വട്ടം വിളിച്ചു, പക്ഷേ എടുക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. അന്ന് രാത്രി മുഴുവൻ ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ചില ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നു, ഓഫീസ് സമയത്തിന് പോയല്ലോ, പ്രശ്നമൊന്നുമില്ല, എവിടെയെങ്കിലും പാർട്ടി വല്ലതും കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട്. അയാളുടെ ഓഫീസിൽ പുതുതായിട്ട് വന്ന ഒരു പെണ്ണുണ്ട്. അവൾക്ക് 10-25 വയസ്സേ ഉള്ളൂ. ആ പെൺകുട്ടിയുമായി എൻ്റെ ഹസ്ബൻഡ് പ്രേമത്തിലായിരുന്നു. അവർ രണ്ടുപേരും കൂടി ശരിക്കും ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ ബാംഗ്ലൂരിലെങ്ങുമില്ല. കാര്യം അവൾ ആ നാട്ടുകാരിയാണ്. അവരുടെ വീട്ടുകാർ വന്ന് ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യും. അതുകൊണ്ട് രണ്ടുപേരും കൂടി ബോംബെയിലോ ഡൽഹിയിലോ എങ്ങോ കടന്നു കളഞ്ഞുവെന്ന്. സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഭർത്താവിന് അത്തരം മൃദുല സ്വഭാവങ്ങളൊന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നോട് പോലും അങ്ങേർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു കൊച്ചു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോയി, പ്രേമിച്ചു. ഇങ്ങേർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? എനിക്ക് എത്ര ആയിട്ടും ആ കാര്യം കൊണ്ട് ദഹിച്ചില്ല. ഭർത്താവിനെ ഞാൻ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. യാതൊരു റെസ്പോൺസുമില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ഭർത്താവിൻ്റെ അനിയനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ ഈ കാര്യം അറിഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞത്, ചേച്ചി ഇനി പുള്ളിക്കാരൻ്റെ പുറകെ പോകണ്ട, പുള്ളി വേറെ ജീവിതത്തിലേക്ക് പോയി, അറിയാമല്ലോ, ആരോടും പ്രതിപത്തിയില്ലാത്തൊരു മനുഷ്യനാ എന്ന് പറഞ്ഞിട്ട് അവൻ കൈ കഴുകി. ഇനി എന്ത് ചെയ്യണം എനിക്കൊന്നും അറിയില്ല. എൻ്റെ മകളോട് 1-2-3 ദിവസം ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൾ ചോദിച്ചു, അച്ഛൻ എന്താ വിളിക്കാഞ്ഞെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, അച്ഛൻ കുറേ ദിവസമായി മിസ്സിങ് ആണെന്ന്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിഷമത്തോടു കൂടി ഞാൻ പറഞ്ഞു, നിന്നേക്കാൾ കുറച്ചുകൂടി പ്രായമേ ഉള്ളൂ, അത്രയും പ്രായമുള്ളൊരു പെണ്ണിൻ്റെ കൂടെ അച്ഛൻ ഒളിച്ചോടിപ്പോയെന്ന്. അവൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ യഥാർത്ഥമാണെന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവൾ വിശ്വസിച്ചു. പക്ഷേ പണമില്ല, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അന്നത്തെ മാസം കഴിഞ്ഞു പോകാനുള്ളതുണ്ട്. പക്ഷേ അടുത്ത മാസം എങ്ങനെ കഴിയും? ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യത്തിന് അതൊന്നും എടുത്ത് അയാൾ പണയം വെച്ചിട്ടോ നശിപ്പിച്ചിട്ടോ ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് വിറ്റ് ജീവിക്കാമെന്ന് വിചാരിച്ചു. ഒരു 25 പവനോളമുണ്ട്. അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10 പവനോളം വിറ്റു. എന്നിട്ടാണ് കുറേ കാലം ജീവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പണം മുഴുവനും തീർന്നു പോകും, പാപ്പരാകും, ആരും സഹായിക്കാനും വരില്ല. ഒരു ജോലി കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റൂ. പക്ഷേ മോള് +2 പഠിക്കുവാണ്. അവളുടെ ആ പഠനം ഒന്ന് കഴിയട്ടെ. അവൾ ഡിഗ്രിക്ക് പോകുന്ന സമയത്തേക്ക് എവിടെയെങ്കിലും ജോലി ഒന്ന് കണ്ടെത്തണം എന്ന് ഞാൻ വിചാരിച്ചു. ഇടയ്ക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ മകൾ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി, മാഡം.
അവൾ എന്നോട് പറഞ്ഞത് അമ്മയുടെ പിടിപ്പിക്കേട് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ആണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഭാര്യമാർ പഠിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, നീ +2 അല്ലേ പഠിക്കുന്നത്? ഈ സമയത്ത് നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? വായിൽ കൊള്ളാത്ത ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എവിടെ നിന്ന് കിട്ടി ഈ അറിവുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് ചൂടായി. ഇതിന് വലിയ അറിവൊന്നും വേണ്ട, കുറച്ച് വായിക്കുകയും യൂട്യൂബ് കാണുകയോ TV കാണുകയോ ചെയ്താൽ മതി. സ്ത്രീകളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഭർത്താക്കന്മാർ ചാടിപ്പോകുന്നത്. എന്തിനാണ് അച്ഛൻ ഒരു ചെറിയ പെൺകുട്ടിയോട് പോയത്? അപ്പോൾ അമ്മയ്ക്ക് എന്തോ കഴിവ് കുറവുണ്ട്, അതുകൊണ്ടല്ലേ? സ്വന്തം ഭർത്താവിനോട് സ്നേഹമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഒരിക്കലും ഭർത്താക്കന്മാർ ചാടിപ്പോകില്ല എന്നൊക്കെ പറയുകയാണ് മാഡം. തുടർച്ചയായ അവളുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടപ്പോൾ എനിക്ക് ദുഃഖം വന്നു. ഒരു ദിവസം അവൾ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, എൻ്റെ പിടിപ്പുകേടാണ്. അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി തന്നെ ജീവിച്ചു. എൻ്റെ സ്വർണ്ണം എടുത്ത് വിറ്റ് നിന്നെ പഠിപ്പിക്കാനോ നിനക്ക് ഭക്ഷണം തരാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രിക്റ്റായി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ അയഞ്ഞു. ഉടനെ അവൾ തന്ത്രപരമായി എന്നോട് പറയുകയാണ്, അങ്ങനെയല്ല അമ്മ ഞാൻ പറഞ്ഞത്. ശരിക്കും ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പ്രയോജനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ആഹാ, എത്ര ഭർത്താക്കന്മാരുണ്ട് നിനക്ക്? നീ വലിയ അനുഭവസ്ഥയായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താക്കന്മാരൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പുറകെ 2-3 ചെക്കന്മാർ നടക്കുന്നുണ്ട്. അവന്മാരോട് എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരും. പുറകെ നടക്കുന്ന ആണുങ്ങളെ കൊണ്ട് ഇപ്പം തന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാം. അപ്പോൾ പിന്നെ സ്വന്തം ഭർത്താവിനെ വരുതിക്ക് നിർത്താൻ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എടീ, നീ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കരുത്, നിൻ്റെ ജീവിതം കുളമാകും. ആണുങ്ങൾ പുറകെ വരുമ്പോഴേക്കും അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ നിനക്ക് അബദ്ധങ്ങൾ പറ്റും. അവസാനം നീ എന്നെപ്പോലെ കരയേണ്ടി വരുമെന്ന്. അപ്പോൾ അവൾ എന്നോട് ആ പ്രായത്തിലെ പറയുകയാണ്, ഞാൻ എന്തായാലും ഒരബദ്ധവും പറ്റിക്കില്ല, പിന്നെ അമ്മയെപ്പോലെ കരയുകയുമില്ല. എനിക്കൊരുത്തിരൊന്നും കല്യാണം കഴിച്ച് ഇങ്ങനെ കരഞ്ഞ് ജീവിക്കേണ്ട കാര്യമില്ല. ആണുങ്ങൾ വേണം, പക്ഷേ അത് എന്തിനാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം. അതല്ലാതെ എനിക്ക് ഭർത്താക്കന്മാരൊന്നും വേണ്ട, പ്രയോജനമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ശരിക്കും അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അച്ഛനില്ലാതെ വളരുന്നൊരു പെൺകുട്ടി ഞാനിപ്പോൾ എത്ര സത്യസന്ധയെ വളർത്തിയെന്ന് പറഞ്ഞാലും അവൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അച്ഛൻ വഴിതെറ്റിപ്പോയി, അപ്പോൾ മോൾക്കും അതിനൊരു ലൈസൻസാണ്. ഇനിയിപ്പോൾ അമ്മമാർ വഴിതെറ്റിപ്പോയാലും മക്കൾ ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ഇവളെ ആര് നിയന്ത്രിക്കും എനിക്കറിയില്ല. ബന്ധുക്കളില്ല, ആരുമില്ല. ഞാൻ പറഞ്ഞാൽ ഈ പെണ്ണ് കേൾക്കുമോ? ഈ പെണ്ണൊരു വാ പോയ കോടാലിയാണ്. എങ്ങനെ ജീവിക്കും ഇവളെ കൊണ്ട്? എനിക്ക് ഒരു സ്വസ്ഥതയും ഇല്ലാതായി. എനിക്ക് ഒരു ജോലി വേണം. അങ്ങനെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു മാഡം. സുഹൃത്തുക്കളില്ല, ബന്ധുക്കളും അധികമില്ല. ഇതിന് എന്നെ സഹായിച്ചത് അവസാനം എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ്. ഒരു വലിയ ബേക്കറിയുടെ പാക്കിംഗ് സെക്ഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത്. പാക്കിംഗ് സൂപ്പർവൈസർ എന്ന് പറയാം. സാമാന്യം നല്ല ശമ്പളമുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അന്തരീക്ഷമാണ്. അനിയനുമായിട്ട് എനിക്കപ്പോഴാണ് കുറച്ചുകൂടി അടുപ്പം തുടങ്ങിയത്. ജോലി കിട്ടിക്കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ അപ്രതീക്ഷിതമായി വീട്ടിൽ വന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മോള് പക്ഷേ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. അന്ന് അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. വന്നു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ചേച്ചിക്ക് ജോലി കിട്ടിയിട്ട് എനിക്ക് ചിലവ് ചെയ്തില്ലല്ലോ എന്ന്, നിനക്ക് എന്താ വേണ്ടത്, ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, വാങ്ങിത്തരാവുന്നതൊന്നുമല്ല എനിക്ക് വേണ്ടത്, ചേച്ചിയുടെ ഒരു സഹകരണ മനോഭാവമാണ്. ചേച്ചി ഇങ്ങനെ എത്ര നാളായിട്ട് നിൽക്കുന്നു, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണെന്ന് പോലും പറയില്ല, എന്നെക്കാളൊക്കെ ഒത്തിരി ചെറുപ്പമാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് അവൻ എന്നോട് അടുത്ത് ചേർന്ന് നിൽക്കുകയും ഇടയ്ക്കിടെ പോപ്പോ എന്നുള്ള രീതിയിൽ എന്നോട് പോപ്പോ രംഗങ്ങൾ അനുകരിക്കുകയും ചെയ്തു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കുതിരി മാറാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല. കാര്യം പോപ്പോയിൽ അമർന്നു പോയിരുന്നല്ലോ. അവനെ വെറുപ്പിച്ച് പറഞ്ഞയക്കാൻ പറ്റില്ല. ഒരടി കൊടുക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് ഇപ്പോഴും ഷോക്കിലാണ്. നീ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ കാത്തിരിക്കേണ്ടി വരും. തൽക്കാലം എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അവൻ കുറച്ചൊക്കെ മുതലെടുത്തിട്ടാണ് പോയത്. എനിക്കതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചിട്ട് ഡീപ്പായ റൂട്ടുകളിലേക്കൊന്നും അവൻ പോയില്ല. പക്ഷേ അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിഷമമായി മാഡം. ഞാൻ ശരിക്കും കരഞ്ഞുപോയി. എന്തിനാണ് ഞാൻ അവനോട് 1% സഹകരിച്ചത്? നിലനിൽപ്പിന് വേണ്ടി അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ പ്രതികരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മോള് വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രത്യേകമായൊരവസ്ഥയിലായിരുന്നു. അവൾ എന്നോട് ചോദിച്ചു, എന്താ അമ്മേ പറ്റിയത്? ഞാൻ
പൊട്ടിക്കരഞ്ഞു. അവൾ ഞെട്ടിപ്പോയി. എന്താ അമ്മേ, യഥാർത്ഥ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ ജോലി വാങ്ങിച്ചു തന്നത് നിൻ്റെ അച്ഛൻ്റെ അനിയനാണല്ലോ. കൊച്ചച്ഛൻ വന്നിരുന്നു, അത് കഴിഞ്ഞ ശേഷം ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മകൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെ വലിയ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ വലിയ കാര്യമാണോ? ഞാൻ ചോദിച്ചു, നിനക്കിത് കേട്ടിട്ട് യാതൊന്നും തോന്നിയില്ലേ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഷോക്കിംഗ് ഒന്നും തോന്നിയില്ല. ഇതിന് ഇത്രയും ബഹളം ഉണ്ടാക്കുകയും കരയുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആരുമില്ലായിരുന്നു. അച്ഛനാണെങ്കിൽ വേറെ പെണ്ണിൻ്റെ പുറകെ പോയി. അങ്ങേര് വന്ന് അമ്മയ്ക്ക് ഒരു ജോലി വാങ്ങിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ആ ജോലി അമ്മയ്ക്ക് കിട്ടേണ്ടതൊന്നുമല്ല. അമ്മയേക്കാൾ വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടേണ്ടതാണ്. നല്ല സാലറിയുണ്ട്, ഒട്ടും പണിയുമില്ല. ഒന്നും കാണാതെ ആരും സഹായം ചെയ്യില്ലല്ലോ. സഹായം ചെയ്ത കൊച്ചച്ഛൻ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്തിനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പടത്തിലെ നായകന്മാരെ പോലെ ഇത്രയും ബഹളം വയ്ക്കുന്നത്? ഇതിന് കാര്യമില്ല. സഹകരണ മനോഭാവം വേണം. തിരിച്ച് കൊച്ചച്ഛന് ഒരു ഗിഫ്റ്റ് കൊടുത്തു വിടാൻ വയ്യായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടി നീ എന്താ സംസാരിക്കുന്നത് എനിക്കറിയാമോ? നീ ആയിരുന്നെങ്കിൽ എൻ്റെ സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് കൊച്ചച്ഛനെങ്കിൽ ഞാനങ്ങ് സ്വീകരിക്കും. അല്ലെങ്കിൽ ഞാൻ അവനോട് പറയും ഇറങ്ങിപ്പോകാൻ. പിന്നെ സഹായം ചെയ്ത ആളാണെങ്കിൽ ഞാൻ കൊച്ചച്ഛനാണോ വെല്ലച്ഛനാണോ സൗന്ദര്യമുണ്ടോ എന്നൊന്നും നോക്കില്ല. കാര്യം മനുഷ്യന് നിലനിൽപ്പാണ് പ്രധാനം. അതമ്മ മറന്നു പോകുന്നു. അപ്പോൾ അങ്ങേരിവിടെ വന്നാലോ? ഞാൻ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ഗിഫ്റ്റ് തിരിച്ചു കൊടുത്താലോ നിനക്ക് പ്രശ്നമില്ലേ? എനിക്കെന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അമ്മ വെറുതെ ജീവിക്കല്ലേ? എന്തായാലും സ്ത്രീകളല്ലേ, ഒരാൺതുണ വേണം. അപ്പോൾ അങ്ങേർക്ക് ഭർത്താവായിട്ടൊന്നും വരാൻ പറ്റില്ലെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോട്ടെന്നേ, വേറെ പ്രശ്നമൊന്നുമില്ല. കൊച്ചച്ഛനല്ലേ, ഇവിടെ വന്നാലും ആളുകൾ വല്ലതും പറയുമായിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. അല്ല, നിനക്കപ്പോൾ നാണക്കേടൊന്നുമില്ലടി? നിൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ എനിക്കിത് നാണക്കേട്. അച്ഛൻ തന്നെ ഒരു ചെറിയ പെണ്ണിനെ കൂടെ ഒളിച്ചോടി പോയെന്ന് എല്ലാവർക്കും അറിയാം. അത്രയും നാണക്കേടൊന്നും ഇതില്ലല്ലോ. അമ്മ വീട്ടിലിരിക്കുകയാണ്, കൊച്ചച്ഛനോടെ വരുന്നു, അത്രയല്ലേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അയാൾ എന്തായാലും അമ്മയെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. അയാൾക്ക് വേറെ ഭാര്യയും കുടുംബമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊന്നുമില്ല. എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് അല്ലമ്മേ. അങ്ങ് കണ്ണടച്ച് കൊടുത്തേരെ. ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് വലിയ സെൻറ്റിമെൻറ്റ്സ് നോടിക്കേണ്ട കാര്യമില്ല. ടേക്ക് ഇറ്റ് ഈസി. പിന്നെ അമ്മ സേഫ് അല്ലേ? എന്ത് സേഫ് അമ്മേ? അമ്മയ്ക്ക് ഞാൻ ജനിച്ചതിൽ പിന്നെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഇനി കുട്ടികളൊന്നും ഉണ്ടാകില്ല. അതൊന്നും ഓർത്ത് അമ്മ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അമ്മയ്ക്കല്ലേ പേടി ഞാൻ ആണുങ്ങളുടെ കൂടെ ചുറ്റി നടന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന്. പക്ഷേ ഞാനില്ലേ, എനിക്ക് ആണുങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവരിൽ നിന്ന് ഉപകാരങ്ങൾ നേടിയെടുക്കുക, ഉപകാരങ്ങൾ ഉണ്ടാക്കുക, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ എന്നെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ കാര്യത്തിൽ ഇപ്പം എനിക്ക് പേടിയില്ല. കൊച്ചച്ഛൻ വരികയാണെങ്കിൽ അമ്മ കണ്ണടച്ച് പാൽ കുടിക്കുന്ന ഒരു പൂച്ചയായി അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞ് അവൾ ഈസിയായിട്ട് അങ്ങ് പോയി. ഞാൻ വാ പൊളിച്ച് നിന്ന് പോയി. മാഡം, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് ഈസിയായിട്ട് പെണ്ണിങ്ങനെ ഓരോന്ന് പറയുന്നത്. ഇതാണോ മാഡം ന്യൂ ജനറേഷൻ? എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. അവളാണോ അമ്മ, ഞാനാണോ അമ്മ? എന്തായാലും ജീവിതത്തിൽ എന്നേക്കാൾ എക്സ്പീരിയൻസ് അവൾക്കാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ മകൾ പറഞ്ഞതിൽ വലിയ പ്രശ്നമില്ലെന്ന് ആലോചിച്ചപ്പോൾ തോന്നി. അങ്ങനെ അനിയനെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിനക്കുള്ള ഗിഫ്റ്റ് പൊതിയഴിക്കാതെ ഞാൻ കാത്തു വെക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് അവൻ വന്നത്. ഒരു ദിവസം പകൽ അന്ന് ഞാൻ പോയില്ല, ഓഫ് എടുത്തു. അവന് വേണ്ടി ഞാൻ കാത്തിരുന്നു. അവൻ്റെ ജീവിതത്തിലും റിസ്ക് ആണെന്ന് എനിക്കറിയാം. അവൻ്റെ ഭാര്യ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂതന മുടിയഴിച്ച് ചാടി വന്ന് ഇവിടെ കിടന്ന് ആടിത്തുള്ളും. അതുകൊണ്ട് ആരും അറിയാതെ വേണമല്ലോ. അന്ന് അവൻ വന്ന് സ്നേഹവായ്പോടുകൂടി എന്നെ ചേർത്തണച്ചപ്പോൾ ആദ്യം ഞാൻ ഓർത്തു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണെന്ന്. പക്ഷേ താഴ്വരകളിൽ മർമരങ്ങൾ പൊഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെയും ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരാം. താഴ്വാരം പൂത്തുലയാം, ചോലകൾ അണപൊട്ടി ഒഴുകാം. അവിടെ ഫലഭൂയിഷ്ടമായ എണ്ണപ്പാടത്തിൽ എണ്ണക്കിണർ കുഴിച്ച് ലോകത്തിനാകമാനം ഇന്ധനം പകരാം. എല്ലാം നടക്കും. അനിയൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായി എന്ന് വെച്ചാൽ അവൻ്റെ രസക്കൂട്ടിൻ്റെ ആത്യന്തികമായ ഒരാരാധകനായി മാറി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ തരുന്ന സമ്മാനങ്ങളും ആശ്വാസങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങി. ശരിക്കും ഞാനൊരു ഭാഗ്യവതിയാണെന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി.
അവൻ മാസത്തിൽ 3-4 വട്ടം വരും. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെച്ച് എൻ്റെ സാമ്പത്തിക സ്ഥിതിയിലൊന്നും അവൻ സഹായിക്കില്ല. അവനും ഒത്തിരി പ്രാരാബ്ദങ്ങളുണ്ട്. മകൾക്കാണെങ്കിൽ പല ആവശ്യങ്ങളുമുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, അമ്മേ, എന്തായാലും ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല. നമുക്ക് പണം വേണം. എനിക്ക് PGക്കൊക്കെ പോകണമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ വേണം. അത്തരം കോഴ്സുകളാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഞാനും ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. വേണ്ട മോളെ, വഴി വളഞ്ഞ് നീ പോകരുതെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല അമ്മ, എന്നെ ഓർത്ത് പേടിക്കേ വേണ്ട. അമ്മയ്ക്ക് തലവേദന ഞാൻ ഉണ്ടാക്കില്ല. എനിക്ക് നല്ല റിച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായി സഹകരണ മനോഭാവം പുലർത്തി ഞാൻ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കും എന്ന് അവൾ എന്നോട് പറഞ്ഞു. എനിക്കതിന് ഒരു മറുപടി ഇല്ലായിരുന്നു. അവളുടെ വലിയ സ്വപ്നങ്ങൾ സാധിച്ചെടുക്കാനുള്ള സമ്പത്തൊന്നും എനിക്കുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ മാഡം, PGക്ക് സമയമെടുക്കാറായപ്പോഴേക്കും അവളുടെ കയ്യിൽ 10 ലക്ഷത്തോളം രൂപ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ അവൾ അതിനിടയ്ക്ക് നാട്ടുകാരുടെ ഇടയ്ക്കോ വീട്ടുകാർക്കിടയ്ക്കോ ഒരു രീതിയിലുള്ള പേരുദോഷമോ ഒന്നും കേൾപ്പിച്ചില്ല. എല്ലാം രഹസ്യമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചെടുത്തെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എല്ലാത്തിനും ഓരോ വഴിയുണ്ട്. നമ്മൾ നാണം കെടാതെ തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കാം. സുഹൃത്തുക്കളും പിന്നെ അവർ കണക്ട് ചെയ്ത പല ആളുകളുമായിട്ടും ബന്ധമുണ്ടാക്കി തന്നെയാണ് എൻ്റെ മകൾ മുന്നോട്ട് പോയതെന്നും ഇത് നേടിയെടുത്തതെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ അവൾ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ, അവൾക്കും കുഴപ്പമുണ്ടാക്കാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അവൾ മിടുക്കിയാണെന്നല്ലാതെ ആരും ഇതുവരെയും ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവൾ PGക്ക് പഠിക്കാൻ പോയ സമയത്താണ് അവൾ എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ കൊച്ചച്ഛനെ മാത്രം അമ്മ നോക്കിയിരുന്നാൽ പോരാ. കൊച്ചച്ഛന് പ്രാരാബ്ദങ്ങളുണ്ട്. അങ്ങനെ വരുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിൽ മാത്രം അമ്മ എടുത്താൽ മതി. അതല്ലാതെ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ എക്സ്ട്രാ ഇൻകം കിട്ടാനും ഒക്കെ സംരക്ഷിക്കാനും ഒരാൾ വേണമെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഒരാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അവൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ പണം തന്ന ഒരാളുണ്ട്. അമ്മയുടെ സെയിം പ്രായമാണ്. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. പുള്ളിക്ക് ഒരു റിലാക്സേഷൻ വേണം. ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ എങ്കിലും മനസ്സിലിഷ്ടപ്പെട്ട ഒരാൾ എപ്പോഴും കൂടെ വേണം. കുറേ കാലം ഞാനുണ്ടായിരുന്നു. അത് ഞാൻ അമ്മയ്ക്ക് കൈമാറുകയാണെന്ന് പറഞ്ഞു. എന്നാലും മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മ, ഒന്നും എതിർത്ത് പറയേണ്ട കാര്യമില്ല. കൊച്ചച്ഛനെ മാനേജ് ചെയ്യാമെങ്കിൽ അതിനേക്കാൾ സുന്ദരനായ, എൻ്റെ അച്ഛനേക്കാൾ സുന്ദരനായ ഒരാളെ മാനേജ് ചെയ്യാൻ എന്താ പാട്? കണ്ടു കഴിയുമ്പോൾ അമ്മ ചിലപ്പോൾ ഓടിച്ചെന്ന് താലമെടുത്ത് വിളക്ക് കത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവൾ അയാളെ വിളിച്ചോണ്ട് വന്നു. ശരിയാണ്, നല്ല സൂപ്പർ ഒരു മനുഷ്യൻ. അങ്ങേരുടെ പ്രൗഢി കണ്ടാൽ തന്നെ ഏത് പെണ്ണും ഒന്ന് മയങ്ങിപ്പോകും. അങ്ങേരെ സ്വീകരിക്കാൻ മുന്നും പിന്നും എനിക്ക് നോക്കേണ്ടി വന്നില്ല. എൻ്റെ ഭർത്താവ് പിന്നെ അനിയൻ, അവരെക്കാളൊക്കെ മെച്ചപ്പെട്ട പല കാര്യങ്ങളും അയാളിൽ ഞാൻ കണ്ടുപിടിച്ചു. ഇത്രയും നാളും തുറക്കാത്ത പല വാതായനങ്ങളും തുറന്ന് അറിവിൻ്റെ വർണ്ണലോകത്തേക്ക് എന്നെ നയിച്ചത് അദ്ദേഹമാണ്. അതുമാത്രമല്ല, ഓരോ വട്ടം പോരുമ്പോഴും അദ്ദേഹം കൈനിറയെ പണവും കൊണ്ടാണ് വരുന്നത്. അമ്പിളി അമ്മാവൻ താഴേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതുമുണ്ട് എന്നുള്ള അർത്ഥത്തിലായിരുന്നു അയാളുടെ വരവ്. എൻ്റെ മോൾ എന്നെ ഏൽപ്പിച്ചു പോയത് വലിയൊരു നിധികുംഭമുള്ള ആളെ ആയിരുന്നു. എന്തായാലും സാറ് എനിക്കൊത്തിരി സഹായമായി എൻ്റെ കൂടെയുണ്ട്. അനിയന് ഇതൊന്നും അറിയില്ല. അവൻ വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. ഇപ്പോൾ എൻ്റെ മകളുടെ കോഴ്സ് തീരാൻ 6 മാസം കൂടിയുള്ളൂ മാഡം. വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം സാറ് വന്നിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഭർത്താവിൻ്റെ അനിയൻ വരുന്നത്. സാറിന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഭർത്താവിൻ്റെ അനിയൻ അറിയില്ലല്ലോ. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഭർത്താവിൻ്റെ അനിയൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും സംശയവുമായി എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അകന്ന ബന്ധുവാണ്, മോൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത അദ്ദേഹമാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയതാണ്, ഇനിയും സെമസ്റ്റർ ഫീസ് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കാര്യം ഒന്ന് ശരിയാക്കി വിട്ടു. പക്ഷേ മാഡം, ഇതൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാത്തൊരു ക്ഷീണാവസ്ഥയിലായി. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. മോളെ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഒരു കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പോസിറ്റീവാണ് മാഡം. ഞാൻ പിന്നെയും അമ്മയാകാൻ പോകുന്നു. എനിക്ക് വല്ലാത്ത ഒരു വിഷമവും പ്രശ്നങ്ങളുമൊക്കെയാണ്. 2 പുരുഷന്മാരുള്ള ഞാൻ ആരെ കുറ്റം പറയാനാണ്? കാരണക്കാരനെ അറിയാതെ ഞാൻ ഇരുട്ടിൽ തപ്പി. മോൾ എന്നോട് പറഞ്ഞു, അമ്മ അവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ഒരു പ്ലാൻ പറയാമെന്ന്.
കൊച്ചച്ഛൻ വരുമ്പോൾ കൊച്ചച്ഛനോട് കാര്യങ്ങൾ പറയണമെന്നും ഇത്രയും നാളായിട്ടും അങ്ങേരെ കൊണ്ട് ആദ്യത്തെ ആ ജോലിയുടെ ഉപകാരമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ഒന്ന് വെടിപ്പാക്കി നിരപ്പാക്കിയെടുക്കാൻ കുറച്ച് പണം വേണം എന്ന് പറയുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങേര് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരൻ നന്നായി പേടിച്ചു. എന്തായാലും ആദ്യമൊക്കെ തർക്കിച്ചെങ്കിലും സാമാന്യം ഭേദപ്പെട്ടൊരു തുക എൻ്റെ തന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കാൻ പറഞ്ഞു. സാറ് വരുമ്പോൾ കണ്ണീരും കൈയുമായി വേണം പറയാൻ, അല്ലെങ്കിൽ വിശ്വസിക്കില്ല. കാരണം കൊച്ചച്ഛനുമായുള്ള ബന്ധം അങ്ങേർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. സാറ് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളത് കുറേ കാലമായി എന്ന് പറഞ്ഞ് കരയണം. അതുകൊണ്ട് ഉത്തരവാദി സാറാണെന്ന് സ്ഥാപിച്ചെടുക്കണമെന്ന് പറഞ്ഞു. മകൾ പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറഞ്ഞു. അങ്ങേരതിൽ വീഴുകയും ചെയ്തു. എനിക്ക് നല്ലൊരു തുക തന്നെ തന്നു മാഡം. പക്ഷേ ഞാൻ പിന്നെ മോള് വരുന്നവരെ കാത്തിരുന്നു. അവൾ വന്നിട്ടാണ് എന്നെ സധൈര്യം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്തത്. അവൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവൾ എല്ലാത്തിനും മുൻകൈ എടുത്തു. ഡോക്ടറെ അടുത്താണെങ്കിലും അവൾ നന്നായി സംസാരിച്ച് ആ കാര്യങ്ങൾ സ്മൂത്തായി ഒഴിവാക്കി തന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു സമ്പന്നയാണ്. ഇതോടുകൂടി അനി എന്നെ വിട്ടുപോയി. അവൻ ഇനി വരികയില്ല. അവന് പേടിയാണ്. പക്ഷേ സാർ ഇപ്പോഴുമുണ്ട്. സ്നേഹത്തോടു കൂടി എൻ്റെ മകൾ പറഞ്ഞത് അതൊക്കെ അവിടെ നിന്നോട്ടെ, അങ്ങേരി പോകിൽ പോയിക്കോട്ടെ, എല്ലാം ഈസിയായിട്ട് എടുക്കാനാണ് പറയുന്നത്. പക്ഷേ മകളുടെ അത്രയും ഈസിനെസ് ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. ഇതൊഴിവാക്കിയതിൽ എനിക്ക് നല്ല പ്രശ്നമുണ്ട്, കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. മകളോട് പറഞ്ഞിട്ട് അവളത് നിസ്സാരവൽക്കരിക്കുകയാണ്. എൻ്റെ മനസ്സ് ഒത്തിരി സംഘർഷഭരിതമാണ്. അതുകൊണ്ടാണ് മാഡത്തിന് ഞാനൊരു മെയിൽ എഴുതിയത്. ഞാൻ നല്ലവളാണെന്ന് ഒരിക്കലും പറയുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ നല്ലവളല്ല. മോള് ഈ രീതിയിൽ എങ്ങനെയായി, അവളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ജീവിതാനുഭവങ്ങൾ അവളെ നേരത്തെ മാറ്റി ചിന്തിച്ചതാകാം. എന്തായാലും അവൾ പോകുന്നത് നല്ല വഴിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്ന് പറയുന്ന ഒരു പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അവൾ. പൂച്ച നാലുകാലിൽ വന്ന് വീഴുമെന്ന് പറഞ്ഞതുപോലെ അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. എങ്കിലും മാതൃകാപരമായ ഒരു ജീവിതമല്ല. പക്ഷേ പ്രാക്ടിക്കലായി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അലകുലതകൾക്കിടയിൽ ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭർത്താവ് കൂടെയില്ല. പിന്നെ മകൾക്കെല്ലാം അറിയാം, അവൾ സപ്പോർട്ട് ചെയ്യുന്നു. അവൾ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. സിംഗിളായി ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സമൂഹത്തിൻ്റെ പ്രതികരണം? അപ്പോൾ അത് പ്രാക്ടിക്കലി മകൾ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്ത കാര്യത്തെപ്പറ്റി കുറ്റബോധം തോന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തത് കൊണ്ട് ആ കുറ്റബോധം ഒരു തെറ്റാണെന്ന് തോന്നിയല്ലോ, ആ തെറ്റുകൾ തിരുത്തി ജീവിക്കുക. കാര്യം ഇപ്പോൾ ഇഷ്ടംപോലെ സമ്പന്നമായ ഒരു സിറ്റുവേഷനാണ്. മകൾ രക്ഷപ്പെടാൻ പോകുന്നു. അങ്ങനെയുള്ളപ്പോൾ മകൾ പറഞ്ഞാലും അലകുലത്തുകൾക്ക് പോകാതിരിക്കുക. മകളുടെ വഴിവിട്ട ജീവിതത്തെയും ഒന്ന് ഒതുക്കി നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് വഴി കാട്ടാൻ നിങ്ങളുടെ കുറ്റബോധം ഉപകരിക്കണം. കഴിഞ്ഞു പോയതിനെ മാറ്റിമറിക്കാൻ കുറ്റബോധം കൊണ്ടാവില്ല. പക്ഷേ വരുന്ന തെറ്റുകളെ തടുക്കാൻ അതുകൊണ്ട് പറ്റും. അപ്പോൾ അമ്മയും മകളും കൂടി നേർരേഖയിലേക്ക് വന്ന് പച്ച പിടിച്ച് ജീവിക്കൂ. ഇനി അലകുലത്തിന് പോകാതിരിക്കൂ. വേണ്ടത്ര പണം ഉണ്ടായി കഴിഞ്ഞിട്ടും ആവശ്യമില്ലാത്ത വഴികളിലൂടെ പോകുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം.